നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ക്രൂശിൽ യേശു പരാജയപ്പെടുത്തിയതാണ്. ഈശോ പരാജയപ്പെടുത്താത്ത എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ ആധിപത്യങ്ങളെയും ക്രൂശിൽ യേശു നിരായുധമാക്കി. യേശുവിൻ്റെ കുരിശുബലിയിൽ അവ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു ക്രൂശിൽ നേടിയ വിജയം നിന്റെ വിജയമായി തീരുന്ന എപ്പോഴാണ്? യേശു ക്രൂശിൽ നേടിയെടുത്ത ആ വിജയ സമയത്ത് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിജയമാക്കി യേശു തൻ്റെ പരിഹാര ബലിയെ തീർത്തു. അതാണ് കൊളോസോസ് ലേഖനം 1-ാം 20, 21, 22 വാക്യത്തിനകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു റെവലേഷൻ. ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു. കർത്താവ് തൻ്റെ ഭൗതിക ശരീരത്തിൽ, ഈശോയുടെ ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. കർത്താവിൻ്റെ ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചതിലൂടെ, സഭയിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചതിലൂടെ ഇന്ന് ഈശോയുടെ ശരീരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശു ക്രൂശിൽ നേടിയെടുത്ത ആ വിജയത്തിൻ്റെ കീഴിലാണ്, ആ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഇന്ന് ദുഷ്ടാരൂപികളുടെ അസ്വസ്ഥതകളും ബന്ധനങ്ങളും തടസ്സങ്ങളും നേരിടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ടുഡേ ഈസ് യുവർ ഡേ ഓഫ് ഡെലിവറൻസ്. കാരണം ക്രൂശിൽ യേശു നിനക്ക് വേണ്ടി വിജയം നേടിയെടുത്തിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നാണ് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന് ഈ റിക്കൺസിലിയേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് നമ്മളെ സ്വന്തം ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി കൃപയുടെയും നീതിയുടെയും ദാനത്തിനെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ. ആരാ സ്വീകരിക്കുന്നവർ? യേശു ക്രൂശിൽ സകലതും ചെയ്ത് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നവരിലേക്ക്, വിശ്വസിച്ചുകൊണ്ട് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നവരിലേക്ക് കുരിശിൽ യേശു നേടിയെടുത്ത വിജയത്തിൻ്റെ അഭിഷേകം കടന്നു വരികയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബന്ധനങ്ങൾ അഴിയുന്നു, തടസ്സങ്ങൾ മാറുന്നു. ശാപബന്ധനങ്ങൾ, പാപബന്ധനങ്ങൾ, പൈശാചിക തടസ്സങ്ങൾ, പൈശാചിക കെട്ടുകൾ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ബന്ധനം ഇട്ടിരിക്കുന്നവയെല്ലാം അഴിഞ്ഞു മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. കാരണം യേശു ജീവിതത്തിൽ നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന വിടുതൽ അത് വലുതാണ്. ആ വിടുതലിന് വേണ്ട വില മുഴുവനും കർത്താവ് ക്രൂശിൽ കൊടുത്തിരിക്കുന്നു. ഇന്ന് വിശ്വാസത്തിലൂടെ ആരതിനെ സ്വീകരിക്കുന്നുവോ, യേശുവിൻ്റെ കുരിശുബലിയെ മുറുകെ പിടിച്ച് ആര് അത് വിശ്വസിക്കുന്നുവോ, ആ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കുരിശുബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഹോളി കമ്മ്യൂണിയനിലൂടെ, പരിശുദ്ധ കുർബാന, ഹോളി കമ്മ്യൂണിയൻ, ഇതെല്ലാം കർത്താവിൻ്റെ കുരിശുബലിയുടെ സെലിബ്രേഷനാണ്. കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ വലിയ പ്രവൃത്തിയുടെ അനുഗ്രഹങ്ങളാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലൂടെ, ഹോളി കമ്മ്യൂണിയനിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വിശ്വാസത്തിലൂടെ. ഇന്ന് വിശ്വസിക്കുക, യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ആ മരണത്തിലൂടെ എന്നെ കേൾക്കുന്ന നീയും ഞാനും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു, പാപമോചനം ലഭിച്ചിരിക്കുന്നു, വിശുദ്ധീകരണം ലഭിച്ചിരിക്കുന്നു. എഫെസോസ് ലേഖനം 2-ാം അധ്യായം ഒന്ന് വായിക്കാൻ പറ്റുമോ? ഹെബ്രായ ലേഖനം 10-ാം അധ്യായം ഒന്ന് വായിക്കാൻ പറ്റുമോ? സാധിക്കും. അതിനകത്തൊക്കെ ഈ പുതിയ നിയമത്തിൽ മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നിധിയാണ്. ഒരു വയലിനകത്ത് ഒരു നിധി കണ്ടെത്തിയ ഒരു വ്യക്തി ആ വയലിൽ നിധി ഉണ്ടെന്നറിഞ്ഞ വയൽ മുഴുവൻ മേടിക്കുന്നത് പോലെ ഇന്ന് കർത്താവ് നിന്നെ നോക്കി പറയും, ഇന്ന് ഈ രക്ഷ മനസ്സിലാക്കിയ നിനക്ക്, ഈശോ ക്രൂശിൽ നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നുവെന്ന്, രക്ഷ നൽകിയിരിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കിയ നീ ഒരു വിജയിച്ച വ്യക്തിയാണ്, ജയാളിയാണ്. യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ വിത്ത് ജീസസ്. ഈശോ കൂടെയുള്ള നീ ഒരു സക്സസ്ഫുൾ പേഴ്സണാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ജോസഫ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തം സഹോദരങ്ങൾ ഒറ്റിക്കൊടുത്തു. ഇഷ്മായേലിയർ പൊട്ടക്കിണറ്റിൽ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ ജോസഫിനെ ഇഷ്മായേലിയർ എടുത്തുകൊണ്ട് അടിമച്ചന്തയിൽ വിവസ്ത്രനായി നിർത്തി വിറ്റു. ഒരു വ്യക്തിയെ അടിമച്ചന്തയിൽ നിൽക്കുക എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് വസ്ത്രമില്ല, ആ വ്യക്തിക്ക് സ്വന്തമായ വാക്കുകളില്ല, സ്വന്തമായ അഭിപ്രായങ്ങളില്ല. നഗ്നനായി, പരിപൂർണ നഗ്നനായി, സ്വന്തം സ്റ്റാൻഡിൽ നിന്ന് പറയാൻ, ഒന്ന് ഉരിയാടാൻ ഒരു ശബ്ദം, അങ്ങനെ ശബ്ദിക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു ഓപ്ഷൻ സ്ലൈവിനില്ല. അങ്ങനെ അടിമച്ചന്തയിൽ വിൽക്കാൻ വേണ്ടി ജോസഫിനെ നിർത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്ത് പരാജയപ്പെട്ടവനായി, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആ അവസ്ഥയിൽ, ഹല്ലേലൂയ. ചിലപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമായിരിക്കും, ചിലപ്പോൾ ചില ജീവിതത്തിലെ ബിസിനസ് തകർച്ചയിലൂടെ കടന്നു പോകുമായിരിക്കും, ചിലപ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥ ആയിരിക്കും. ഇവിടെ ജോസഫിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ജോസഫിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു? 1 രൂപയെങ്കിലും എടുക്കാനുണ്ടായിരുന്നു? അദ്ദേഹത്തിന് വസ്ത്രം ഉണ്ടായിരുന്നു? ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വചനം പറയുകയാണ്, അവൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു.
അവനെല്ലാ കാര്യങ്ങളിലും ശ്രേയസ്സുണ്ടായി. എന്നാരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈശോ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, സ്വർഗം നിന്നെ നോക്കി വിളിക്കും. നിന്നെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടാണ് കാണുന്നത്. സ്വർഗം നിന്നെ കാണുന്നത് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ഇന്ന് ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഒരാത്മാവ് വിശ്വസിക്കുമ്പോൾ അവിടെ ആത്മാവ് പ്രവേശിക്കുന്ന ഒരു വലിയ വിശ്രമമുണ്ട്. അത് ലോകത്തിലെ ഒരു എൻ്റർടൈൻമെൻറ്റിനോ ഈ ഭൂമിയിലുള്ള എന്ത് സുഖസൗകര്യങ്ങൾക്കോ ഈ ഭൂമിക്ക് നൽകാൻ കഴിയാത്തൊരു സന്തോഷം, സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിലൂടെയുള്ളൊരു സന്തോഷമാണ് ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞ് നിൻ്റെ ജീവിതം സ്വർഗതുല്യമായി തീരുവാൻ, ഈ ഭൂമിയിലുള്ള സകല നന്മകൾ കൊണ്ട് നിറയുവാൻ ഈശോ എന്നാ പറഞ്ഞേ? ആദ്യമേ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം നിങ്ങളോട് ചേർക്കപ്പെട്ടുള്ളൂ. ഇതല്ലേ കർത്താവ് പഠിപ്പിച്ചത്. ഇന്ന് ലൂർദിൽ നിന്ന് ഞാൻ ഈ മെസ്സേജ് എടുക്കുക, ഈശോയുടെ കുരിശുബലിയുടെ ഈ മെസ്സേജ്. വലിയ അഭിഷേകം എനിക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ഈ മെസ്സേജ് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ അനോയിറ്റിംഗ് ഗോഡ് ഈസ് റിലീസിങ് അപ്പോൺ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. എൻ്റെ ഈശോയുടെ കാൽവരി മലമുകളിലെ പരിഹാര ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ആ അനന്ത കരുണയെ, അനന്ത കൃപയെ നമുക്ക് സ്വീകരിക്കാം. നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിനക്ക് വേണ്ടിയാണ് ആ കൈ വിരിച്ചു പിടിച്ച് മണിക്കൂറുകൾ പരിപൂർണ മനുഷ്യനായി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി, ആ മണിക്കൂറുകൾ കടന്നുകൊണ്ട് യേശു പീഡാസഹനം ഏറ്റുവാങ്ങിയ നിന്നോടുള്ള സ്നേഹമാണ്. എന്താണ് ലൂർദില് അമ്മ മാതാവിന് ഇന്ന് നിന്നോടൊരു സന്ദേശം പറയാനുണ്ടെങ്കിൽ, അമ്മയ്ക്ക് പറയാനുള്ള അമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള സന്ദേശം എന്താണെന്നറിയാമോ? കം ടു മൈ സൺ. എൻ്റെ പുത്രൻ അനുഭവിച്ച വേദന നിനക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുക. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നിന്നെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നുപോയ സഹനത്തെ ധ്യാനിക്കുമ്പോൾ എത്ര ഹൃദയം കഠിനപ്പെട്ട വ്യക്തിയും അലിഞ്ഞുപോയാലേ. കാരണം അത് മുഴുവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നിന്നോടുള്ള കർത്താവിൻ്റെ സ്നേഹമാണ്. ഒരു കുഞ്ഞ് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുമ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യാൻ മാതാപിതാക്കൾ കണഞ്ഞ് പരിശ്രമിച്ച് റെസ്ക്യൂ ചെയ്യുന്നത് പോലെ, ദുഷ്ടാരൂപിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പിടിക്കപ്പെട്ടു പോയ മനുഷ്യ മക്കൾ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ രക്ഷിച്ചെടുക്കുവാൻ, നിന്നെ രക്ഷിച്ചെടുക്കുവാൻ, എന്നെ രക്ഷിച്ചെടുക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് നിനക്ക് വേണ്ടി, നിനക്ക് പകരം നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ പരിഹാര ബലിയായി തീർന്നു. ഇതാണ് ഗോസ്പൽ. നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തതിലൂടെ ഇന്ന് യേശുവിലൂടെ നീ നീതീകരിക്കപ്പെടുന്നു. ദുഷ്ടാരൂപിയുടെ സകല ബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ പരിപൂർണമായി വിമോചിപ്പിക്കുന്നു. യെസ്, എൻ്റെ ഈശോയുടെ കുരിശിലെ പരിഹാര ബലി അത് നിൻ്റെയും എൻ്റെയും വിജയമാണ്. കൊളോസോസ് 1:20, 21, 22 വചനത്തിൻ്റെ സർവ്വ ഐശ്വര്യവും ലൂർദിൽ നിന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ പൂർത്തീകരണ പ്രവൃത്തിയുടെ പരിശുദ്ധ കുർബാനയുടെ വലിയൊരു കൃപാഭിഷേകം ഓരോ വ്യക്തികളിലേക്ക് ഇത് ഇന്നത്തെ സന്ദേശം യേശുവെ നിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയക്കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായർ 12:1 ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ നൽകിയൊരു മെസ്സേജായിരുന്നു. നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് ഈ വിജയം നിനക്ക് നൽകിയതാണ്. സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അമ്മ മാതാവ് ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന? സഭയുടെ മുഴുവൻ പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന? നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. കാരണം കർത്താവിൻ്റെ വിലയേറിയ തിരുരക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നീ ഞാൻ. Receive this message in the spirit and may God bless you abundantly. God bless you.